ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് ബിഗ് ബോസ് വീട്ടിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇനിയിപ്പോൾ അവിടെ ഉള്ളത് ആകെ 5 പേര് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിന്, ജിൻഡോ, അർജുൻ, ഋഷി, അഭിഷേക്, ഈ 5 പേരേ ഉള്ളൂ അവിടെ. അപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തെ രാവിലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ നോക്കുമ്പോഴേ സ്റ്റാർ സിംഗറിലെ വിധു പ്രതാപും സിതാരയും ടീംസും കൂടെ വന്നിട്ട് സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് കേട്ടുകൊണ്ടാണ് ഇന്ന് ഈ 5 പേരും, ബിഗ് ബോസ് വീട്ടിലെ 5 പേരും രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ കുറേ കുട്ടികളുണ്ടായിരുന്നു അവരുടെ കൂടെ. അപ്പം വിധുവിൻ്റെ സിതാരയുടെയും പാട്ടും ഈ കുട്ടികളുടെ ഡാൻസും എല്ലാം കൂടായിട്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് രാവിലെ ജഗപുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജിൻഡോയൊക്കെ കണ്ണൊക്കെ തുടച്ച് വരുന്നുണ്ട്. എല്ലാവരും നല്ല ക്ഷീണം ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ജിൻഡോയും ജാസ്മിനും മെയിനായിട്ട് ക്ഷീണമായിട്ട് തോന്നുന്നത്. മറ്റുള്ളവർ അത്ര അറിയുന്നില്ല. അഭിഷേകിനെ ആയാലും ഋഷി ആയാലും അർജുനെയൊക്കെ അറിയുന്നില്ല അത് അത്രത്തോളം. അങ്ങനെ എല്ലാവരും ജാസ്മിനാണെങ്കിൽ റൂമിൽ നിന്ന് തുറന്ന് ഓടി വന്ന് നോക്കുന്നു ഇതാരാന്ന്. പിന്നെ ഇവരുടെ കൂടെ എൻജോയ് ചെയ്ത് ഇവരെല്ലാവരും അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇവർ ഈ കണ്ടസ്റ്റൻസ് 5 പേരും വെറുതെ നിൽക്കുക കേട്ടോ. അവരൊക്കെ സർപ്രൈസ് ആയിപ്പോയി ഇവരെല്ലാം വന്നത്. അവർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ലല്ലോ, ഇവരൊക്കെ വരും രാവിലെ എന്ന് വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിന്നു. ഇവർ സന്തോഷിപ്പിക്കുകയായിരുന്നു. ഇവരുടെ ടീം ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയായിരുന്നു, സർപ്രൈസ് കൊടുത്ത് വീട്ടിനകത്ത് കയറി ചെന്ന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് ഇവിടോട്ട് ഞങ്ങൾക്കൊന്ന് വരാനെന്നൊക്കെ പറയുന്നിട്ടു. ഇത് പിന്നെ കൂടുതൽ കോമഡി നന്നായിട്ട് പറയുന്നുണ്ട്, അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പം നന്നായിരുന്നു അത്. അതിനുശേഷം അവർ പോയി. തൊട്ട് പുറകെ നോക്കുമ്പോഴത്തേന് CID രാംദാസ് വന്നു. രാംദാസാണ് ആ ഗ്ലാസ് ഇട്ട ആ ഡോറിൻ്റെ അവിടെ വരും. ഇവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ പണ്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷനും ടിപ്സൊക്കെ കൊടുക്കാനായിട്ട് വരും. അതേമാതിരി ഇപ്പോൾ ഇന്ന് വന്നു രാവിലെ. വന്നിട്ട് അവരോട് പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. അവരോട് ഇന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് ദിവസം ബിഗ് ബോസ് വീട്ടിലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മുഖത്തൊരു നല്ല വാട്ടം ഉണ്ടായിരുന്നു. ആർക്കും ബിഗ് ബോസ് വീട് വിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആ വീടിനോട് അത്ര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി ഈ 100 ദിവസത്തിലെ. ഇന്നാണ് ആരാണ് നിങ്ങളിൽ വിന്നറാകുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ റെഡിയാകുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാംദാസ് പോയി റെഡിയാകാൻ പറഞ്ഞിട്ട് പോയി. ഇവരാണെങ്കിൽ ഈ 5 പേരും കൂടെ കഴുത്തിൽ ഇങ്ങനെ കൈയിട്ട് ഒന്നായിട്ട് അവർ ആ സങ്കടം, ഇന്ന് അവിടെ നിന്ന് പോകുന്ന സങ്കടം, പിന്നെ ഈ 5 പേർക്കും ആരാണ് വിന്നാകുന്നതെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഒക്കെ കാണും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുക. എന്നാലും 5 പേര് ഒന്നിച്ച് കഴുത്തി കൈയിട്ട് നിന്നിട്ട് പിന്നെ അവർക്ക് റെഡിയാവണം. രാംദാസ് പറഞ്ഞല്ലോ റെഡിയാവാൻ. അങ്ങനെ അവർ റെഡിയാവാനായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുമ്പം ഈ സ്റ്റേജിലാണെങ്കിൽ ഒരു ഡാൻസ് ടീം ഇതിൻ്റെ ഡാൻസ് നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ ആരാ വരുന്നത്, നമ്മുടെ ലാലേട്ടൻ അങ്ങനെ വരുന്നു. ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞ് അങ്ങനെ എൻട്രി ആവുന്നു. അതിന് ശേഷം ലാലേട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, കുറേ സമയം ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഈ പഴയ ഈ വീട്ടിൽ നിന്ന് പോയ ടീംസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ 5 പേര് ആദ്യമേ 19 പേരായിരുന്നല്ലോ ഇവർ വന്നത്. അതിനുശേഷം 6 പേര് വൈൽഡ് എൻട്രി ആയിട്ട് വന്നിരുന്നല്ലോ. അപ്പം ഇപ്പം അവിടെ 5 പേരുണ്ട്. അപ്പം ഈ 19ഉം 6ഉം 25 പേര്, അവിടെ 5 പേരുണ്ട്. ബാക്കി 20 പേരിൽ എനിക്ക് 19 പേര് ഇപ്പം പോയവരൊക്കെ, അതായത് എവിക്റ്റ് ആയവരൊക്കെ നല്ല അവരുടേതായ, ചിലർ വന്ന് നല്ല ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ, ചിലർ കുറച്ച് മോഡേണായ ഡ്രസ്സിലൊക്കെ, അങ്ങനെ ഈ 19 പേരും റെഡിയായി. അവർ ആ സ്റ്റേജിൽ ഫസ്റ്റ് എൻട്രി ആകുമ്പോൾ ഒരു ഡാൻസും അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അത് അങ്ങനെ 2 പേര് വെച്ച് വന്നിട്ട് ഓരോരുത്തരും ഓരോ സൈഡ്, 2 സൈഡിലോട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി. അപ്പുറത്ത് ബാക്കിൽ അവർക്ക് സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി അങ്ങനെ അവരവരുടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിലാണെങ്കിൽ
യമുന റാണിയാണെങ്കിൽ ട്രഡീഷണൽ സെറ്റും മുണ്ടിലും വന്നെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നിങ്ങൾ ഈ ബിഗ് ബോസ് കാണാത്തവരാണെങ്കിൽ അതിന് വേണ്ടിയാണ് കുറച്ചൊന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ. പിന്നെ ജാൻമണിയാണെങ്കിൽ ഒരു നല്ലൊരു ചുമന്ന കളറിലെ ഒരു ഡ്രസ്സായിരുന്നു, നന്നായി ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രതീഷ് ആണെങ്കിൽ ജുബായൊക്കെ ഇട്ട്, മുണ്ടല്ല പാൻറ് ആണെന്നാണ് തോന്നുന്നത്, അങ്ങനത്തെ ഒരു ഡ്രസ്സ്. പിന്നെ അങ്ങനെ എല്ലാവരും നല്ല സാരി, നമ്മുടെ അൻസിബയൊക്കെ സാരിയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ 19 പേരും സൂപ്പറായിട്ട് വന്ന് അവരുടെ ആ ഒരു എൻട്രി, അതിനുശേഷം 2 സൈഡിലോട്ടും പോയി അവരങ്ങനെ ഇരുന്നു. ഈ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ശ്രീത്തും ശരണ്യയും പിന്നെ ഫസ്റ്റ് തന്നെ അവരെ വന്ന ഈ 19 പേരിൽ അവർ 2 സൈഡിലും അവരിങ്ങനെ നല്ല ഡാൻസോടെയാണ് വന്നത്. ഒരു പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും അത് ഡാൻസിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ചെയ്തുകൊണ്ട് വന്ന്. അപ്പോൾ എന്നിട്ട് അവർ ബാക്കിൽ പോയി അങ്ങനെ ഇരുന്നു. അപ്പോൾ ലാലേട്ടൻ അവിടെ വന്നിട്ട് നിങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പറയുമല്ലോ, അവരോട് സംസാരിച്ചു. എന്നിട്ട് ഇപ്പോൾ ആരാ ലാസ്റ്റിൽ അവിടുന്ന് പോയെന്ന് ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് ശ്രീതു പോയപ്പോൾ അത് വന്ന് ഈ വീക്കെൻഡ് എവിക്റ്റായിട്ട് പോയതല്ലല്ലോ, അല്ലാതെ തന്നെ ശ്രീതു അവിടുന്ന് എവിക്റ്റായതാണ്. അപ്പം ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ടൊന്നും പോയില്ല. ലാലേട്ടൻ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരാമെന്നൊക്കെ വിളിച്ച് പഴയ വീഡിയോസൊക്കെ കാണിക്കുമല്ലോ, അതുവരെ നടന്ന കുറേ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും കാണാതാണ് ശ്രീതു പോയത്. അത് കാരണം ശ്രീതു പറഞ്ഞു, ശ്രീതുവാണ് പോയത്, പക്ഷേ എനിക്ക് വലിയ വിഷമമുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് വരാതെ പോയെന്നുള്ളതൊക്കെ പറഞ്ഞു. ഒരു ശ്രീതുവിന് മാത്രം ആ ഒരു ചാൻസ് കിട്ടാത്ത. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതിനെന്താ, പിന്നെ ഈ വീഡിയോസും ഒന്നും കണ്ടില്ലെന്ന്. അപ്പോൾ വീഡിയോസ് ഇപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീതുവിൻ്റെ കുറേ വന്നപ്പം തൊട്ടുള്ള വീഡിയോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ശ്രീതുവിന്.